ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പൊ ഹുവാന നേരത്തെ ബിസിനസിന്റെ കാര്യം സംസാരിക്കാനായിട്ട് ഒരു പെൺകുട്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടാവില്ലേ? അതേ പെൺകുട്ടീനെ കാണാനായിട്ട് ചെല്ലും. ആ പെൺകുട്ടി ഹുവാനെ കണ്ട ഉടനെ തന്നെ ഞാൻ 2 days ഇവിടെ ഉണ്ടാവില്ല, ബിസിനസിന്റെ കാര്യങ്ങൾക്കായിട്ട് ഫോറിനിൽ പോവാണ്, വന്നതിന് ശേഷം നമുക്ക് എന്തായാലും സംസാരിക്കാന്ന് പറയും. അയ്യോ, ഞാനിപ്പോ ബിസിനസിന്റെ കാര്യം പറയാനായിട്ട് വന്നതല്ല, നിങ്ങളുടെ മാരേജ് ആയി അതേപോലെ ഹോളൊന്നും കിട്ടിയില്ല എന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് ഒരു പ്ലാനുമായിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് ട്രഡീഷണൽ രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ അല്ലേ വേണ്ടത്? അതിന് എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ടെന്നും പറഞ്ഞ് ഒരു ഫയൽ എടുത്തു കൊടുക്കും. എന്തായാലും നിങ്ങളുടെ പ്ലാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്, പക്ഷെ എനിക്കിപ്പോ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കില്ല. പോയി വന്നതിന് ശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് ഹുവാന നേരെ സീയുടെ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം പറയും. ഓ സൂപ്പർ, ഈ ഈവന്റ് എങ്ങാനും നിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് നീ വേറെ ലെവലാകുമല്ലോ. എന്തായാലും നിന്റെ സക്സസിലൊന്നും എനിക്ക് ഒരു പാർട്ടും ആകാനായിട്ട് സാധിച്ചില്ല. എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയും. ആര് പറഞ്ഞു നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന്? നിനക്കേ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നീ വേണം ആ പെൺകുട്ടിക്ക് ട്രഡീഷണൽ രീതിയിലുള്ള ഓർണമെന്റ്സ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ. ഇതും നമ്മുടെ കീഴിൽ തന്നെയല്ലേ വരിക. അതുകൊണ്ട് നീ ഈ പണി ഏറ്റെടുക്കണമെന്ന് പറയും. ഓ, എന്റെ ഫ്രണ്ടിന് ഹെൽപ്പ് ചെയ്യാൻ കിട്ടിയ ചാൻസ് ഒരിക്കലും ഞാൻ മിസ് ചെയ്യില്ല. എപ്പോ നിനക്ക് ഞാൻ ഡിസൈൻ ചെയ്ത് തരണോന്ന് നീ ചോദിക്കും. ഹെൽപ്പ് ചെയ്യാൻ അധികം ടൈമൊന്നുമില്ല, നാളെ തന്നെ നീ എനിക്കെല്ലാം ഡിസൈൻ ചെയ്ത് തരണോന്ന് പറയും. എന്താണ് ദുഷ്ടേ ഈ പറയുന്നത്? നീ ഈ പണി എന്റെ തലയിലേക്ക് എടുത്ത് വെച്ച് തന്നല്ലോ, എന്തായാലും പോടിയെന്നും പറഞ്ഞിട്ടുണ്ട് ഹുവാനിനെ പറഞ്ഞയച്ച് സീ ആണെങ്കിൽ അവിടെ ഇരുന്ന് ഓരോന്നായിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് തുടങ്ങും. ഒട്ടും തന്നെ തൃപ്തിയാവുന്നില്ല. അങ്ങനെ എല്ലാ പേപ്പറും ചുരുട്ടി ചുരുട്ടി കളഞ്ഞുകൊണ്ടിരിക്കും. ആ ടൈമിനാണ് ഷാവ് അകത്തേക്ക് കയറി വരുന്നത്. എന്താ സീ കാണിച്ചു വെച്ചിരിക്കുന്നത്? റൂം മൊത്തം കച്ചറയാക്കി ഇട്ടേക്കുവാണോ നിന്നെ ചോദിക്കും. എന്ത് ചെയ്യാനാണ്, കനത്തൊരു പണി നിന്റെ ചേച്ചി എന്റെ തലയിലേക്ക് എടുത്ത് വെച്ചേക്കുവാണ്. എനിക്ക് ആലോചിച്ചിട്ട് ഒരു ഡിസൈനും തൃപ്തിയാവുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആക്കിയതെന്ന് പറയും. ഓ അതാണോ കാര്യം? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി പുറത്തേക്ക് പോയിട്ട് വരാം, ഫ്രഷ് എയർ ഒക്കെ ശ്വസിക്കുമ്പോ നിനക്ക് ചിലപ്പോ പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ കിട്ടുമെന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങും. നല്ല മഴയാണ്. ഒരു കുടയില് രണ്ടുപേരും ഇങ്ങനെ നനഞ്ഞു നടക്കും. ഒരുപാട് നേരം നടക്കുമെങ്കിലും സീക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എനിക്കിനി മതിയായി, ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോകാം, എന്റെ ടൈം വേസ്റ്റ് ചെയ്യുവല്ലേ, അവിടെ പോയിരുന്ന് ആലോചിക്കാന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോഴേക്കും ഷാ ഒരു ഹെഡ്സെറ്റ് എടുത്ത് സീയുടെ ചെവിട്ടില് വെച്ചു കൊടുക്കും. അങ്ങനെ രണ്ടുപേരും കൂടി പാട്ടൊക്കെ കേട്ട് നടക്കും. ആ ഒരു വൈബ് സീക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവസാനം ഷാവാണെങ്കിലും നടന്നു പോകുന്ന വഴിക്ക് വെള്ളമൊക്കെ തട്ടി സീയുടെ മേത്തേക്ക് ഇടും. എന്താടാ നീ കാണിക്കുന്നത്, മനഃപൂർവ്വമാണല്ലേ എന്നും പറഞ്ഞിട്ട് സിയും അങ്ങനെ വെള്ളം തട്ടി ഷാവിന്റെ മേത്തിടും. അങ്ങനെ രണ്ടുപേരും എൻജോയ് ചെയ്ത് കളിക്കും. കുറച്ചു നേരം കഴിയുമ്പോഴാണ് സീക്കും റിയലൈസ് ആവുന്നത് ഷാവിന്റെ കൈയൊക്കെ ഭയങ്കര മുറുക്കിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നൈസായിട്ട് അതൊക്കെ വിട്ട് മതി മതി, നടന്നതൊക്കെ മതി, എനിക്ക് വർക്ക് ചെയ്യാനുള്ളതാന്നും പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഷാവിനെ പറഞ്ഞയച്ച് സീ വീട്ടിലേക്ക് ഓടിക്കയറും. എന്താണിത്, ഞാനും ഷാവിന്റെ മേത്ത് കുറച്ചായിട്ട് ലവില് ഫോൾ ആയിക്കൊണ്ടിരിക്കുവാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞ് നിൽക്കും. ആ ടൈമിനാണ് ഷാവിന്റെ ഹെഡ്സെറ്റ് ചെവിട്ടിലുള്ള കാര്യം സി ഓർക്കുന്നത്. അങ്ങനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഷാവ് ഉണ്ടോന്നൊക്കെ നോക്കും. പക്ഷെ ഷാവ് അവിടെ ഒന്നുമില്ല. അങ്ങനെ ഭയങ്കര സങ്കടത്തില് അകത്തേക്ക് കയറും. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഹെഡ്സെറ്റില് പാട്ട് കേൾക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ സി വീണ്ടും പുറത്തേക്ക് ഇറങ്ങി നോക്കും. അപ്പൊ ഷാവ് ആണെങ്കിലോ, നിനക്ക് വേണ്ടി ഞാൻ കോഫി വാങ്ങാൻ പോയതാന്നും പറഞ്ഞ് ഹാപ്പി ആയിട്ട് നടന്ന് വന്നോണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോ സീക്കൊട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ തന്നെ ഓടിച്ചെന്ന് ഷാവിനെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഷാവ് ആദ്യം ഒന്ന് ഷോക്ക് ആകുമെങ്കിലും പിന്നീട് ഇവനും ഭയങ്കര ഹാപ്പി ആയിട്ട് സീനെ തിരിച്ചും കിസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ മറ്റേ പെൺകുട്ടി ഹുവാനെ മീറ്റ് ചെയ്യാനായിട്ട് വരും. അങ്ങനെ ഹുവാനയും ഷെങ്ലി ഹോട്ടലൊക്കെ ചുറ്റി കാണിച്ചൊക്കെ കൊടുക്കും. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ഇവിടെയെല്ലാം അറേഞ്ച് ചെയ്യാം, നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ ടൈമിനാണ് സിയും വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജ്വല്ലറീസ് ഒക്കെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് ആ ഒരു ഡിസൈൻസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഇതും കൂടി ആവുമ്പോ ആ പെൺകുട്ടിക്കും ഹാപ്പി ആകും. എനിക്ക് ഈ ഡിസൈൻസും ഇവിടെയുള്ള അറ്റ്മോസ്ഫിയറും ഒരുപാട് ഇഷ്ടമായി. അപ്പോ ഇവിടെ വെച്ച് തന്നെ എന്റെ മാരേജ് ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യാന്നും പറഞ്ഞ് ആ പെൺകുട്ടി പോകും. അങ്ങനെ രണ്ടുപേരും കൂടി കയ്യൊക്കെ അടിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് അകത്തേക്ക് കയറി വരും. ഇപ്പോ സിയും ഷാവും സെറ്റ് ആയിട്ടുണ്ടല്ലോ. സീനെ കാണാനായിട്ട് ഷാവാണെങ്കിലോ പുതിയ രീതിയിൽ ഹെയർ സ്റ്റൈലൊക്കെ വെച്ചിട്ട് ഇവരുടെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കും. സീനെ കാണാനായിട്ടാണ് ഷാവ് ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്ന് സീക്ക് ഏകദേശം കാര്യം പിടികിട്ടും. പക്ഷെ ഹുവാനക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ലടാ, നിനക്ക് വർക്കൊന്നുമില്ലേ? രാവിലെ തന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കും. ഒന്നുമില്ല ചേച്ചി, ഞാൻ ചേച്ചിനെ കണ്ടിട്ട് ഒന്ന് എൻകറേജ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറയും. അത്രേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ വാടാ നമുക്ക് ഒരുമിച്ച് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് പറയും. ഇല്ല ചേച്ചി, ചേച്ചി ബിസി അല്ലേ എന്നിങ്ങനെ ചോദിക്കും. എന്ത് ബിസിയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് വർക്കൊന്നും ഇല്ലാന്ന് പറയും. അപ്പൊ സിയും
ഇല്ലടി നീ ബിസിയാണ്, നീ ഒന്ന് ആലോചിച്ച് നോക്കെന്നറിയും. എന്താലോചിക്കാനാണ് രണ്ടുപേരും കൂടി ഇങ്ങനെ പറയുന്നത്? എന്തോ ഇവരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് ഒഴിഞ്ഞേക്കാന്നും പറഞ്ഞ് പുള്ളിക്കാരൻ മനസ്സിലാലോചിച്ചിട്ട് ശരി ശരി എനിക്ക് വർക്കുണ്ട് ഞാൻ പോവാണെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി അങ്ങോട്ട് പോകും. അപ്പൊ തന്നെ സീ ഓടിച്ചെന്ന് ഷാവിനെ പിടിച്ചൊരു അടി കൊടുക്കും. എന്ത് പണിയാടാ നീ കാണിക്കുന്നത്? ഇനി അവൾ അത് കണ്ടുപിടിക്കില്ലേ നീ ചോദിക്കും. കണ്ടുപിടിച്ചാൽ എന്താണ്, എപ്പോഴായിരുന്നാലും ഇതൊക്കെ അറിയേണ്ടതല്ലേ, വാ നമുക്ക് പുറത്തേക്ക് പോവാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഹാപ്പി ആയിട്ട് പുറത്തേക്ക് പോകും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഇപ്പൊ ആ പെൺകുട്ടിയുടെ മാരേജ് ഡേ ആണ്. ട്രഡീഷണൽ രീതിയിൽ, ഇവരുടെ ചൈനീസ് ട്രഡീഷണൽ രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഭംഗിയായിട്ടിരിക്കും. ഹുവാനയും ഇത് കണ്ട് ഭയങ്കര ഹാപ്പി ആകും. അങ്ങനെ മാരേജിനായിട്ട് എല്ലാവരും കൂടി റൂമിൽ നിന്ന് പുറത്തേക്ക് പോകും. ആ ടൈമിന് മിങ് അകത്തേക്ക് കയറി വരും. കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയും. അതിന് എന്റെ മാരേജ് അല്ലല്ലോ നടക്കുന്നത്, ആ പെൺകുട്ടി ഇപ്പോഴാ പുറത്തേക്ക് പോയത്, കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ നേരിട്ട് തന്നെ നിനക്ക് ഇത് പറയാമായിരുന്നല്ലോ എന്ന് ചോദിക്കും. ഹലോ, ഞാൻ ആ പെൺകുട്ടിക്ക് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനല്ല വന്നത്, നിന്നോടത് പറയാനാ വന്നേന്ന് പറയും. ഓ അങ്ങനെയാണോ കാര്യങ്ങള്? അപ്പൊ വെറുതെ വായിൽ കൂടി പറയാണ്ട് കയ്യിൽ എന്തെങ്കിലും ക്യാഷ് മടക്കി തന്നിട്ട് പറഞ്ഞൂടെന്ന് ചോദിച്ച് ഹുവാനം ഇങ്ങനെ കളിയാക്കാനായിട്ട് തുടങ്ങും. എന്തായാലും എനിക്ക് ക്യാഷ് നിന്റെ കയ്യിലേക്ക് തരാനായിട്ട് പറ്റില്ല, അതിന് പകരമായിട്ട് ഞാൻ നിന്നെ ഡിന്നറിനായിട്ട് നല്ലൊരു സൂപ്പർ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാം, എന്താ നീ എന്റെ കൂടെ വരാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഹുവാനയും ഒന്ന് ആലോചിച്ചിട്ട് എന്തായാലും ആദ്യം നിന്റെ അടുത്താണ് താങ്ക്സ് പറയേണ്ടത്, നീ പറഞ്ഞു തന്ന ഐഡിയ പ്രകാരമാണ് എനിക്കിപ്പോ ഇങ്ങനെ ഒരു ഇവന്റ് കിട്ടിയത്, അപ്പോ നിനക്കല്ലേ ഞാൻ ഡിന്നർ വാങ്ങിച്ചു തരണ്ടേന്ന് ഇങ്ങനെ ചോദിക്കും. അതൊന്നും കുഴപ്പമൊന്നുമില്ല, നീ എന്റെ കൂടെ ഡിന്നറിന് വന്നാൽ മതി എന്നും പറഞ്ഞ് മിങ്ങാണെങ്കിലോ ഹുവാനിനെ ഡേറ്റിന് വിളിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് ഹുവാനയും ചിരിക്കും. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോ ഈ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വർക്കേഴ്സ് ഒക്കെ അവിടെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് വാട്ടർമെലൻ ഒക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കും. മിങ് വരുമ്പോഴേക്കും എല്ലാ വാട്ടർമെലനും തീർന്നു പോയിട്ടുണ്ട്. അപ്പൊ തന്നെ ഹുവാന വലിയൊരു വാട്ടർമെലൻ എടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഒരു പീസ് മിങ്ങിനും ഒരു പീസ് സ്വന്തമായി കഴിക്കാനും എടുക്കും. മിങ്ങാണെങ്കിലോ വാട്ടർമെലൻ കഴിക്കുന്നില്ല. അതേ ടൈം ഹുവാനയാണെങ്കിലോ സെന്ററിൽ നിന്ന് തന്നെ സ്പൂണ് കൊണ്ട് കോരി കോരി ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോ മിങ്ങും, നീ എന്താണ് ഈ സെന്റർ പീസ് മാത്രം എടുത്ത് കഴിക്കുന്നത്, എപ്പോഴും നീ ഇങ്ങനെയാണോ കഴിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അതെ, വീട്ടിലെ വാട്ടർമെലൻ ഒക്കെ വാങ്ങുമ്പോ സെന്റർ പീസ് കട്ട് ചെയ്ത് എനിക്കും അനുജനുമായിട്ട് എന്റെ അമ്മ മാറ്റി വെക്കും, അതാണ് ഞങ്ങൾ ആദ്യം കഴിക്കാറ്, ആ ഒരു പോർഷനിലാണ് സ്വീറ്റ് അധികമായിട്ടുള്ളതെന്ന് പറയും. പക്ഷെ ഞാൻ അങ്ങനെ സെന്റർ പീസ് കഴിച്ചു കഴിഞ്ഞാല് എന്റെ അമ്മ പറയും അത് ഒരു സെൽഫിഷ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന രീതിയാണെന്ന്, അതുകൊണ്ട് ഞാൻ ആദ്യം സെന്റർ പീസ് ഒന്നും കഴിക്കാറില്ല എന്ന് പറയും. അപ്പൊ തന്നെ ഹുവാന അവന്റെ കയ്യിലിരിക്കുന്ന ആ വാട്ടർമെലൻ വാങ്ങി സെന്റർ പീസ് തന്നെ കട്ട് ചെയ്തെടുത്ത് മിങ്ങിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കും. കഴിക്കെന്നറിയും. ഇത് കാണുമ്പോ മിങ്ങിനും ഹാപ്പി ആയിട്ട് ലൈറ്റ് ആയിട്ട് ചിരിച്ച് ആ വാട്ടർമെലനും കഴിക്കും. അതേ ടൈം ഷാവും സിയും അവരുടെ ഡേറ്റ് ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഹുവാന ഭയങ്കര ക്ഷീണിച്ചിരിക്കുമ്പോ ഷാവ് അകത്തേക്ക് കയറി വരും. അവന് സിയുടെ കാര്യം ഹുവാനയുടെ അടുത്ത് പറയണമെന്നൊക്കെയുണ്ട്, പക്ഷെ എന്തുകൊണ്ടോ പറയാനായിട്ട് പറ്റുന്നില്ല. ചേച്ചി ഇന്നത്തെ ദിവസം എങ്ങനെ പോയി എന്ന് ചോദിക്കും. അടിപൊളിയായിട്ട് പോയടാ, എന്തായാലും നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനിരിക്കുവായിരുന്നു, നിന്റെ ഈ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തോ, നല്ല ഭംഗിയുണ്ടെന്ന് അറിയും. ആ ചേച്ചി ശരി ചേച്ചി എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഇറങ്ങി പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. മിങ് താഴേക്ക് ഇറങ്ങി വരുമ്പോ ഹുവാനയുടെ പാരന്റ്സ് പിടിച്ചു നിർത്തും. ഹുവാന വിളിച്ചു പറഞ്ഞു സിറ്റിക്ക് പുറത്തായിട്ട് ഒരു വീട് നോക്കിയിട്ടുണ്ടെന്ന്, അത് ഞങ്ങൾക്ക് കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാല് ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് പോകും, ഇത്രയും നാള് ഞങ്ങൾ ഇവിടെ താമസിക്കാനായിട്ട് നീ അനുവദിച്ചല്ലോ, അതിനൊരുപാട് നന്ദിയൊക്കെ ഉണ്ടെന്ന് പറയും. ഇവരിങ്ങനെ പെട്ടെന്ന് പോവാണെന്ന് കേൾക്കുമ്പോ മിങ്ങിന് ഒരുപാട് സങ്കടമൊക്കെ ആവും. അതേ ടൈം ഹുവാനെ കാണിക്കാണ്, എല്ലാ സ്റ്റാഫിനെയും വിളിച്ചു വരുത്തി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഇവന്റ് നന്നായിട്ട് പോയിട്ടുണ്ട്, അതില് ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആകും. പക്ഷേ ഈ എംപ്ലോയീസില് 2-3 പേർക്ക് ഹുവാനേനെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതിലൊരാളാണെങ്കിലോ ഇങ്ങനെ മാരേജ് ഫംഗ്ഷൻ ഒക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാല് വലിയ രീതിയിൽ ലാഭമൊന്നും കിട്ടില്ല, അധികം ലാഭമില്ലാത്ത പണിക്ക് വേണ്ടി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാണ്, ഞങ്ങൾ ഈ ജോബൊക്കെ റിസൈൻ ചെയ്തിട്ട് വേറെ കമ്പനിയിലേക്ക് പോവാൻ നിൽക്കുവാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹുവാന വലിയ രീതിക്ക് മൈൻഡ് ഒന്നും കൊടുക്കില്ല. ഇവിടെ നിന്ന് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ നിന്ന് പോകാം, ഞങ്ങൾ ആരും പിടിച്ചു നിർത്തില്ല, എന്തായാലും ഞങ്ങൾ ഇതേപോലെ തന്നെ മുന്നോട്ട് പോകും, പിന്നെ ബോണസ് ആർക്കും കിട്ടിയിട്ടില്ലല്ലോ, അതിന്റെ ഏർപ്പാടും ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഹുവാന നേരെ റൂമിലേക്ക് ചെന്നിരിക്കും. ആ ടൈമിന് മാനേജർ അകത്തേക്ക് കയറി വരും. അവര് പറഞ്ഞതൊന്നും മോള് കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയും. ഏയ് അങ്കിൾ, ഞാനത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല, അവര് ജസ്റ്റ് ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കുന്നതല്ലേ, പിന്നെ അവര് ജോലിയൊന്നും വിട്ട് പോവില്ല എന്നും എനിക്കറിയാം, എന്തായാലും നമുക്ക് മുന്നേറി പോണല്ലോ, അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ തന്നെ നോക്കാനായിട്ട് തുടങ്ങണമെന്ന് പറയും.
എന്തായാലും മോള് അതിനായിട്ട് ഒരുപാട് ഫണ്ടൊക്കെ വേണ്ടേ? നമ്മുടെ കയ്യില് ഫണ്ട് ഭയങ്കര കുറവാന്ന് പറയും. അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്റെ കയ്യില് വേറൊരു പ്ലാൻ ഉണ്ട്. ഞാൻ വീട് വാങ്ങാനായിട്ട് കുറച്ച് ക്യാഷ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് ഇതിലേക്ക് ഇടാന്ന് പറയും. അത് വേണ്ട മോളെ, നിന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച ഫണ്ടല്ലേ, അതെന്തായാലും നീ എടുക്കണ്ടെന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല, ഗ്രാൻഡ്മ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോയതല്ലേ. അപ്പൊ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറായി നിൽക്കണ്ടേ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും മാനേജ് ചെയ്തോളാന്ന് പറയും. അങ്ങനെ ആ മാനേജറും പുറത്തേക്ക് ഇറങ്ങി വന്ന് മിങ്ങിനെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറയും. ഇത് കേൾക്കുമ്പോ മിങ്ങിന് കുറച്ച് സങ്കടമൊക്കെ വരുന്നുണ്ട്. ഹുവാനയുടെ പാരന്റ്സ് രാവിലെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുവായിരുന്നല്ലോ, ഒരു പുതിയ വീട് വാങ്ങാൻ പോവാണെന്നും പറഞ്ഞ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാല് അവര് സങ്കടപ്പെടില്ലേന്ന് ഓർത്തിരിക്കും. അതേ ടൈം ഹുവാന ഷാവിനെ വിളിച്ച് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷാവ് നേരെ പാരന്റ്സിനെ കാണാനായിട്ട് ചെല്ലും. ഇന്ന് നമുക്ക് വീട് വാങ്ങാനായിട്ട് പോവണ്ടമ്മ, പിന്നീട് ഒരിക്കലാവാന്ന് പറയും. ഇത് കേൾക്കുമ്പോ പാരന്റ്സിനും വല്ലാത്തൊരു സങ്കടമൊക്കെ ആവും. അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം കയറി ഹുവാനേന ഒരുപാട് ചീത്തയൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിനാണ് മിങ് ഇവരുടെ ഫ്രണ്ടിലേക്ക് വരുന്നത്. ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് പിക്കപ്പ് ചെയ്യാനായിട്ട് വന്നതാണ്. നിങ്ങൾ ഓൾറെഡി 6 മാസത്തെ റെന്റ് ഗ്രാൻഡ്മക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എഗ്രിമെന്റ് ഇതുവരെ എക്സ്പയർ ആയിട്ടില്ല. അതുവരെ നിങ്ങൾക്ക് എന്തായാലും ആ വീട്ടിൽ താമസിക്കാം. വെറുതെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മടിയൊക്കെ കാണിക്കുന്നത്? വാ നമുക്ക് പോവാന്നും പറഞ്ഞിട്ട് ഹുവാനയുടെ പാരന്റ്സിനെയും കൂട്ടി മിങ് അവിടെ നിന്ന് പോകും. അങ്ങനെ ഷാവ് നേരെ ഹുവാനയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയും. കറക്റ്റ് ടൈമിന് മിങ് വന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അമ്മേനെയും അച്ഛനെയും മിങ് ഹാൻഡിൽ ചെയ്തു എന്ന് പറയും. എന്തായാലും അത് നന്നായി, എനിക്ക് ഈ ഹോട്ടലിലേക്ക് കുറച്ച് ക്യാഷ് ഇടേണ്ടി വന്നു, അതുകൊണ്ടാണ് ടാടാന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല ചേച്ചി, എന്തെങ്കിലും കാര്യമില്ലാണ്ട് ചേച്ചി ഇങ്ങനെയൊന്നും ചെയ്യില്ലാന്ന് എനിക്കറിയാലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് പറയും. അതേ ടൈം ഹുവാനയുടെ അമ്മയും വല്ലാത്തൊരു സങ്കടത്തിൽ ഇരിക്കുവാണ്. ഓരോ ദിവസം കൂടുന്തോറും അവൾ എന്നിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മോൾക്ക് എന്താണ് പറ്റിയത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാനിനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് വല്ലാണ്ട് സങ്കടത്തിലിരിക്കും. അതേ ടൈം ഹുവാനയും പാരന്റ്സിനെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാന്നും പറഞ്ഞ് വീടിന് വെളിയിൽ വന്ന് നിൽക്കുവാണ്. എന്ത് പറഞ്ഞു തുടങ്ങുമെന്ന് അറിയാൻ പാടില്ലാണ്ട് വല്ലാണ്ട് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുമ്പോ ആരോ വന്ന് ഹുവാനയുടെ ഷോൾഡറിൽ തട്ടും. ഹുവാന പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ മിങ്ങായിരിക്കും. എന്താണ്, നീ ജോഗിങ് കഴിഞ്ഞ് വന്നതാണോ എന്ന് ചോദിക്കും. അതെ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നിന്റെ അമ്മേനെ പറഞ്ഞ് സമാധാനിപ്പിക്കാനാണോ? എന്തായാലും ഇവിടെ നിൽക്കണ്ട, നീ അകത്തേക്ക് ചെല്ല്, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്നറിയും. ഞാൻ എന്തായാലും അകത്തേക്ക് പോവാ. പിന്നെ നിനക്ക് കേക്ക് വേണോ? ഞാൻ ദേ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. ഏയ്, എനിക്ക് കേക്കൊന്നും വേണ്ട. നാളെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഫിഷിങ്ങിനായിട്ട് പോയാലോ? നീ ഫിഷിങ്ങിന്റെ ഒരു ബുക്ക് എനിക്ക് വാങ്ങിച്ചു തന്നില്ലേ, അത് വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണെന്ന് പറയും. ഓക്കെ പോവാന്ന് പറഞ്ഞ് ഹുവാനയും ചിരിച്ചുകൊണ്ട് സമ്മതിക്കും. അങ്ങനെ മിങ്ങ് പോവാൻ നേരം ഹുവാനയുടെ കയ്യിലുള്ള ആ ഒരു കേക്കിന്റെ കവറും കൂടി വാങ്ങിക്കൊണ്ട് അകത്തേക്ക് പോകും. അങ്ങനെ ഹുവാന വീട്ടിൽ കയറണ്ട് തിരിച്ചു നടക്കാനായിട്ട് തുടങ്ങും. ആ ടൈമിനാണ് ഫോണില് ഇവര് രണ്ടുപേരും ഇത്തിരി ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അവിടെ വെഡിങ്ങിന് ഫോട്ടോ എടുക്കാൻ വന്ന ആള് എടുത്തിട്ട് ഹുവാനക്ക് അയച്ചു കൊടുക്കുന്നത്. ഇത് കാണുമ്പോൾ ഹുവാനക്കും ഹാപ്പി ആകും. അങ്ങനെ തന്നെ ഫോൺ എടുത്തിട്ട് സീക്ക് കോൾ ചെയ്യും. നാളെ മിങ് എന്നോട് ഫിഷിങ്ങിന് കൂടെ ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഓ, നിന്നെ അപ്പോ ഡേറ്റിന് വിളിക്കുവാണല്ലേ? ഡേറ്റിന് വിളിക്കുവാണെന്ന് നീ മനസ്സിലാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫിഷിങ്ങിനെന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നു. എന്തായാലും അവന്റെ ഐഡിയ കൊള്ളാലോ. നാളെ നീ എന്തായാലും പോയി നോക്ക്, വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും. അതേ ടൈം മിങ് കിടക്കാനായിട്ട് റൂമിലേക്ക് വരുമ്പോ ഹുവാനയുടെ അമ്മ മിങ്ങിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. മോന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? മോന്റെ നമ്പർ എനിക്ക് തരാമോന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ മിങ്ങിന്റെ ഉള്ളിൽ ഭയങ്കര ഹാപ്പി ആകുന്നുണ്ട്. ദൈവമേ, അമ്മായിയമ്മ അവസാനം എന്റെ വഴിക്ക് വരുവാണെന്ന് പറഞ്ഞ്. അയ്യോ ആന്റി, എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ല, അതിനുള്ള ടൈം ഒന്നും എനിക്കില്ലല്ലോ, പിന്നെ എങ്ങനെ ഗേൾ ഫ്രണ്ടിനെയൊക്കെ കൊണ്ട് നടക്കാനാണ്? അല്ല ആന്റി, എന്തിനാണ് അത് ചോദിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കും. വേറൊന്നുമല്ല മോനെ, എന്റെ കയ്യില് ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. മോന്റെ ജാതകവുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന ഏതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ നമ്പറിലേക്ക് അയച്ചു തരാം, ഫോൺ നമ്പറും ഇട്ട് തരാന്ന് പറയും. ദൈവമേ, ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു എന്നും പറഞ്ഞിട്ട് മിങ്ങാണെങ്കിലും ആകെ ടെൻഷനായിട്ട് നിൽക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ഡേറ്റിന് പോകാനായിട്ട് നമ്മുടെ ഹുവാന ക്യൂട്ടായിട്ട് ഒരുങ്ങി വന്ന് നിൽക്കും. അപ്പൊ തന്നെ മിങ്ങും കാറിന്റെ ഡോറ് ഓപ്പൺ ചെയ്ത് നിൽക്കും. അങ്ങനെ ഹുവാന അതിലേക്ക് കയറാനായിട്ട് നിൽക്കുമ്പോ ഒരു സൈഡിൽ നിന്ന് ഹുവാനയുടെ അച്ഛനും മറു സൈഡിൽ നിന്ന് ഷാവും ഇവരുടെ അടുത്തേക്ക് വരും. അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടി എങ്ങോട്ട് പോവാനായിട്ടാണ് നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ രണ്ടുപേർക്കും ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല. ആകെ നെർവസ് ആയിട്ട് നിൽക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സി യു.